ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ നാട്ടിലിങ്ങനെ ചൂട് കൊണ്ട് നമ്മളിങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്കൊന്നൊരു പുഴയിൽ ഒന്ന് മുങ്ങി കുളിക്കാൻ ഒരവസരം കിട്ടിയാൽ നമ്മൾ വെറുതെ വിടും. പക്ഷേ പുഴയിലൊന്നും നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഈ മണൽ വാരിയിട്ട് 3 ആൾ താഴ്ച 4 ആൾ താഴ്ചയിലാണ് കുഴികളുള്ളത്. അപ്പോൾ അറിയാൻ പാടില്ലാത്ത പ്രദേശങ്ങളിൽ പോയിട്ട് നമ്മൾ പുഴയിൽ കുളിക്കുന്നത് അത്ര സേഫ്റ്റി അല്ല. പക്ഷേ നമുക്ക് പെരിയാറിൽ തന്നെ നമുക്ക് ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും നമുക്ക് നീന്തി കുളിച്ച് സുരക്ഷിതമായിട്ട് കയറാൻ പറ്റാവുന്ന ഒരു കിടിലൻ സ്പോട്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇത് നമ്മുടെ പെരിയാർ പുഴയാണ്. പെരിയാർ പുഴയുടെ തീരത്താണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ അവിടെ പെരിയാറിൻ്റെ പുഴയിൽ നമ്മുടെ പയ്യൻ നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നീന്തി വാ ഇങ്ങോട്ട് പോരെ, നീന്തി പോരെ. പെരിയാർ പുഴയിൽ നിന്ന് അവിടെ നിന്ന് നീന്തി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അവനോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അവൻ നീന്തിയിട്ട് വരട്ടെ. പുഴ ഇങ്ങനെ കിടക്കണ വേണ്ട. വാ പോരെ, നീന്തി പോരെ. അവനെ നീന്തി വാ നീന്തി വാ. അവൻ്റെ പുഴയുടെ സെൻറ്ററിൽ നിന്ന് നീന്തിയിട്ട് വരുന്നുണ്ട്. സെൻറ്ററിലേക്ക് പോയിട്ടില്ല, അത്ര അടുത്തേക്ക് പോയിട്ടില്ല. പക്ഷെ എന്നാലും കരയുന്നതേ ഇതാണ് കരയുന്നത് കണ്ട. അത്രയും ദൂരമാണ് അവൻ നിൽക്കുന്നത്. ഇപ്പം സൂം ചെയ്തിട്ടാണ് സൂം ഔട്ട് ചെയ്യുമ്പോൾ അറിയാം. നീന്തി വാ പോരെ. എങ്ങനെയുണ്ട് പുഴയിൽ നീന്തിയിട്ട്? സൂപ്പറാണോ? ആണോ? പുഴയിൽ നമുക്ക് നീന്താം. ഇതാണ് നമ്മുടെ കടവ്. ഈ കടവിലാണ് നമ്മൾ ഇറങ്ങിയത്. ഇത് നമുക്ക് ഈ പുഴയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഹലോ സൈബേ, ഞാനിങ്ങനെ പുഴയുടെ ഇതിൽ നീന്തി പോകണം. വെള്ളം തെറിപ്പിക്കരുത് കേട്ടോ. മൊബൈലും ക്യാമറയുമ്പോൾ വെള്ളം വീഴും. നീന്തി പോട്ടെ. റെസ്റ്റ് എടുക്കട്ടെ. എന്നാൽ റെസ്റ്റ് എടുത്തിട്ട് ഞാൻ പറയുമ്പോൾ നീന്തി പോരാട്ടാ. ഞാൻ അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് നീ അവിടെ നിന്നു. വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ? നീ നീന്തി പോരണോട്ടാ. റെസ്റ്റ് കഴിയുമ്പോൾ അന്ന് പോരെ. വാ പോരാണ്. പോരുന്ന് നീന്തി പോരുന്ന്. മുങ്ങോ പിടിക്കണോ? മുങ്ങിപ്പോ പിടിക്കണോ? വെള്ളത്തിൽ പിടിക്കണോ? രക്ഷിക്കണോ? രക്ഷിക്കണ്ട. എണീച്ചെന്നേ എണീച്ചേക്കുതാ. എഴുന്നേറ്റ് ശരിക്കും എണീറ്റുന്നേ. ഈ പുഴയിൽ എണീറ്റ് നിൽക്കുമ്പോൾ ഉള്ള അവസ്ഥയുണ്ട്. എണീച്ചെന്നടാ. അത് ഇത്രയും വെള്ളമുള്ളൂ. വേണ്ട. ഈ പുഴയിൽ ആഴം കുറവാണ്. തീരത്തുനിന്ന് ഞങ്ങൾ ഇത്രയും ദൂരം പോകുന്നത്. ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോവാം. ഇങ്ങനെ മണൽ ഇങ്ങനെ വന്ന് നിറഞ്ഞേക്കണം. ആ മണലൊന്ന് വാരി കാണിച്ചിട്ടാ. മണലാണ് കിടക്കണത്. നമുക്ക് കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ പുഴയിൽ ഈ ചൂട് സമയത്ത് കുളിക്കാൻ വരണമെങ്കിൽ ഈ കടവിൽ വന്നു മതി. അതിപ്പോൾ മുട്ടുകാലിന് മലയാറ്റൂർ പോകുന്ന വഴി, കാലടി മലയാറ്റൂർ പോകുന്ന വഴിയാണ് ഈ കടവുള്ളത്. ഇങ്ങോട്ട് പോകും തോറും നമുക്ക് കാലിൻ്റെ അവൻ്റെ മുട്ടുകാലിന് വെള്ളമുള്ളൂ. ഇപ്പോൾ നോക്കിയാൽ പുഴ എന്തോരം ദൂരം നിൽക്കുന്നത്. നമ്മളെ കടവ് അവിടെയാണ്. നമ്മളിപ്പോൾ ഇവിടം വരെ എത്തി. ഇപ്പോൾ ഇവിടെ സെൻറ്ററിൽ ഏകദേശം സെൻറ്ററായി. പുഴയുടെ സെൻറ്ററായി ഇപ്പോൾ. സെൻറ്റർ അവിടെയാണ്. അധികം ദൂരമാണ് പോകണ്ട. ഇനി അവിടെ എന്തെങ്കിലും കുഴിയുണ്ടോ നമുക്കറിയില്ല. ഇങ്ങോട്ട് ഈ സൈഡിൽ നിന്ന് എൻ്റെ കൂടെ പോ. നമുക്ക് ഈ പുഴയിൽ ആഴം കുറവാണ്. മണലാണ് ഇവിടെ നിരപ്പിക്കല്ലേ.
വെള്ളം തെറിപ്പിക്കില്ല. ഇവിടെ ദൈവം കൈ കുത്തിയാണ് നീന്തണാണ്ടാ, കൈ കുത്തിയാണ് നീന്തണേ എന്താ, കൈ കുത്തി നീന്താനേ ഉള്ളൂ ഇവിടെ. എണീറ്റ് എന്തായാലും വെള്ളം നോട്ടേടാ. അവന് മുട്ടുകാരനേ ഉള്ളൂ. ഇവിടെ കണ്ട ഇതാണ് താഴെ അതെ മണൽ വാരി സുഖമായിട്ട് എടുക്കാന്ന് പറഞ്ഞ. ഇവിടെ പണ്ട് ഇവിടെ മണലൊക്കെ വാരി കണ്ടാ, മണലൊക്കെ വാരി ഭയങ്കര കുഴിയായിരുന്നു. ഇപ്പം ഈ അടുത്തിടെ വീണ്ടും ഇവിടെ മണലൊന്നും നിറഞ്ഞേക്കാണ്. അപ്പോൾ ഞങ്ങളെ പുഴയുടെ ഏകദേശം സെൻറ്റർ എത്തി. ഞങ്ങൾ ഏകദേശം സെൻറ്റർ എത്തി. ആ ഇച്ചിരി ഉള്ളൂ. അടുത്ത രണ്ട് കുട്ടികൾ കുളിക്കാൻ പോകുന്നുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ട് കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന് നടന്നേ വന്ന് സുഖമായിട്ട് നമുക്കിവിടെ നീന്തത്. എൻ്റെ കണ്ണങ്കാലിന് വെള്ളമുള്ളൂ. ഉണ്ടാ എൻ്റെ കണ്ണങ്കാലം അതെ ഇത്രയും വെള്ളമുള്ളൂ എനിക്ക്. ഉണ്ടാ ഭയങ്കര സേഫ്റ്റി ആണെന്നാ തോന്നണേട്ടാ. കാക്കി അറിയണ വേണ്ട അതെ നോക്കിയാ ഇതാ എൻ്റെ കണ്ണങ്കാലിലെ വെള്ളമുണ്ട്. ഇപ്പം എൻ്റെ കാലൊക്കെ ഒഴുക്കണ്ട, ഒഴുക്കൊന്നുമില്ല. ആ അങ്ങോട്ട് പോയി ഒഴുക്കൊക്കെ അതെ. ഇപ്പം ഏകദേശം ഞങ്ങളിതേ പുഴയുടെ ഒരുവിധം ആ അവിടെ രസം ഈ കാണണ്ട, അവിടെ കാണുന്നത് മണൽ വന്ന് നിറഞ്ഞിട്ട് അവിടെ അങ്ങനെയൊക്കെ പോകാൻ നമുക്ക് ഈ പുഴേനെ പറ്റി വലിയ പരിചയമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ അങ്ങനെ കുഴിയില്ലാതെ ഇവിടെ എന്തെങ്കിലും മണൽ വന്ന് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ മണൽ അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ. ശ്രദ്ധിച്ച് പോകണം കേട്ടോ, ശ്രദ്ധിച്ച് പോകണം. ഇവിടെ കണ്ടോ ഇത് ഒരു മണലൊന്ന് നിറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരുപാട് മണലൊന്ന് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നോക്കിയേ ഇവിടെ നോക്കിയതേ പുഴയുടെ നടുക്കാണ് ഈ പറയണ. കണ്ടാ പുഴയുടെ നടുക്കതേ, പുഴ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക്. നമുക്കത് ആ തുരുത്ത് വരെ ഒന്ന് പോയേക്കാം. ആ മണൽ വന്ന് കൂടി നിൽക്കണം അവിടെ വരെ ഒന്ന് പോയേക്കാം. ഇപ്പോൾ ഇവിടെ കണ്ട കണ്ണങ്കാലം നടന്ന് വെള്ളം കൂടി നടന്നട കണ്ട ഇത്രയും വെള്ളമുള്ളൂ. പുഴയുടെ നടുക്കാണ് ഈ പറയണേ. അതെ ഒഴുക്കൊന്നുമില്ല, നടക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ ആ മണൽ കൂടി കിടക്കണം അവിടെ വരെ പോയി നോക്കുകയാണ്. ശ്രദ്ധിച്ച് പോകണം കേട്ടോ സേവേ. കുഴിയൊക്കെ ഉണ്ടാവുന്നൊക്കെ ശ്രദ്ധിച്ച് പോകണം. നമുക്ക് അറിയാൻ പാടുള്ള സ്ഥലങ്ങളാണിത്. അപ്പോൾ ശ്രദ്ധിച്ച് പോകണം. എൻ്റെ അടുത്തുനിന്ന് പോരത്തിട്ടാ, എൻ്റെ അടുത്തുനിന്ന് തന്നെ അടുത്തു കൂടെ പോകുമ്പോഴും ഇവിടെ പരുന്ത് കഴുകനല്ല പരുന്താണത്. പരുന്തിൻ്റെ കാക്കയിട്ട് ഓടിക്കണ, കാക്കയിട്ട് ഓടിക്കുന്ന. അതെ ഞങ്ങളിപ്പോൾ അതാണ് ഈ മണൽ നടത്തുന്ന സ്ഥലത്ത് ഇവിടെയൊക്കെ ഭയങ്കര ബീച്ച് വല അതാണ്ട. ഇവിടെ നല്ല അടിപൊളി ഇതാണ്ടതേ. ഇവിടെ വന്ന് കയറി നോക്കിയേ, ഇവിടെ നല്ല സൂപ്പർ. ഇപ്പൊ ഞങ്ങൾ പുഴയുടെ നടുക്കാണ് നിൽക്കുന്നത്. കണ്ടാ ഈ ചുറ്റും ഈ പുഴയുടെ നടുക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ ആണോ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇഴഞ്ഞിഴഞ്ഞ് പോണത് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതുണ്ടോ അതെ ഇവിടെയൊക്കെ കിളികൾ നടന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പാടുകൾ. പാമ്പാ കുറെ പേടിപ്പിക്കണം. പേടിയാണോ? അന്ന് നമുക്ക് വിട്ടാലോ. എന്നാലും ഞങ്ങൾ ഇവിടെ ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ഈ ചൂട് സമയത്ത് ഒന്ന് പുഴയിൽ ഒന്ന് ഇറങ്ങി കുളിക്കണമെങ്കിൽ ആഴമുണ്ട്, ഇനി പുഴയിൽ മുങ്ങിപ്പോകുമോ അങ്ങനെയുള്ള പേടിയുണ്ടെങ്കിൽ കൊച്ചു കുട്ടികളെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നമുക്ക് ഒന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണിത്. ഈ സ്പോട്ട് കിടിലൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ കിടിലൻ സ്പോട്ട് ആണ്. അതേപോലെ മണപ്പുറം പോലെ അതെ അവിടെ നിന്ന് അപ്പുറത്തുണ്ട്. കാരണം മണൽ കയറി കിടക്കണുണ്ടാ, അവിടെയൊക്കെ മണൽ കയറി കിടക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ തിരിച്ചു പോകണം. അത് തിരിച്ചു പോയാൽ നോട്ടെ ഇവൻ പോകണോട്ടെ വെള്ളത്തിൽ. പുഴയുടെ സെൻറ്ററിലാണ് നിൽക്കണത്. അപ്പോൾ ഞങ്ങൾ നീന്താനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഒട്ടും വെള്ളമില്ല, സുഖമായിട്ട് സേഫിനൊക്കെ നീന്തി പഠിക്കാം. പോട്ടെ അത് ഒഴുക്കലടാ, വെള്ളത്തിൽ കാറ്റടിച്ചിട്ടാണ്. പുഴയുടെ നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകണം. അല്ല കിടിലൻ സ്പോട്ടാണ്. നമുക്ക് ഫാമിലി ആയിട്ട് കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന് ധൈര്യമായിട്ട്. എന്തിനാ പാമ്പ്? പുഴയിൽ പാമ്പുണ്ടെങ്കിൽ നമ്മൾ നീന്തി രക്ഷപ്പെടും, നമ്മൾ ഓടി രക്ഷപ്പെടും.
അല്ല നമുക്ക് ഫാമിലി ആയിട്ട് കുട്ടികളെ കൊണ്ടൊക്കെ വന്ന് ഇവിടെ ഇറങ്ങാം. പക്ഷെ നമ്മൾ അധികം ദൂരോട്ടൊന്നും പോകണ്ട. അതാ ഈ കടവിൻ്റെ ഈ നേരെ ഇവിടെയൊക്കെ മണൽ കൂടിയിട്ട് ഇവിടെ ആഴം കുറഞ്ഞേക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെ നീന്തൽ പഠിക്കണമെങ്കിലും ഒക്കെ ഇവിടെ വരാം. ഞങ്ങൾ നീന്തൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്പോട്ട് അറിഞ്ഞ് ഇവിടെ വന്നതാണ്. പക്ഷേ വന്നപ്പോൾ ഞെട്ടിപ്പോയി. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഇത്തിരി സ്പോട്ടായി പോയതാണ്. ഈ പിള്ളേർക്കൊക്കെ ധൈര്യമായിട്ട് നീന്താം. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം പറയുന്നുണ്ട്. നമ്മുടെ ഈ മലയിൽ മഴ പെയ്താൽ അവിടെയാണ് മല ആ ഭാഗത്തായിട്ട് വരും. അവിടെ ആ മലയിൽ മഴ പെയ്ത് വെള്ളം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവിടെ വെള്ളം കയറുമെന്ന് ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അത് എത്രത്തോളം സത്യം എന്നറിയില്ല. പക്ഷേ ഇവിടുത്തെ ഒരു നാട്ടുകാരെന്ന് വെച്ചപ്പോൾ അത് മഴക്കാലത്ത് നല്ല മഴ പെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ വെള്ളം കയറുള്ളൂ. പിന്നെ അതുപോലെ ഡാം തുറന്നു വിടുന്ന സമയത്തും ഇങ്ങനെ ഇവിടെ വെള്ളം കയറാൻ സാധ്യതയുള്ളൂ. ബാക്കി നമുക്ക് വേറെ ഒന്നും പേടിക്കാനില്ല. ഇവിടെ കുഴികളില്ല, അല്ലെങ്കിൽ എൻ്റെ മണലെടുത്ത കുഴികളൊന്നുമില്ല. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് പോവാം. നമുക്ക് ഇവിടെ എങ്ങനെ നീന്തൽ പഠിക്കാൻ പറ്റില്ല. കണ്ട ഇവിടെയൊക്കെ അവന് മുട്ടിന് വെള്ളമുള്ളൂ. കുറച്ച് തീരത്തോടെ അടുക്കുമ്പോഴാണ് അവനിക്കൊരു അരഭാഗം വെള്ളമുള്ളത്. അവിടെയൊക്കെ നീന്തൽ പഠിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കടവാണ്, കുളിക്കടവാണ്. നമുക്ക് വേണ്ട ഇതിലെ സ്പോട്ടിൽ നല്ല സൂപ്പറായിട്ട് നീന്തി പഠിക്കാം. കിടിലൻ സ്പോട്ടെന്ന് പറഞ്ഞാൽ കിടിലൻ സ്പോട്ട്. ഈ സ്പോട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലടി മലയാറ്റൂർ റൂട്ടിലാണ് ഈ കടവുള്ളത്. വാ നീന്തിക്കോ, വാ പോട്ടെ. ഇനിയിപ്പോൾ നീന്തി പഠിക്കുന്ന കുട്ടികൾക്ക് ധൈര്യമായിട്ട് കണ്ട നീന്തലൊക്കെ പഠിക്കാൻ പറ്റിയ സ്ഥലം. ഇനിയിപ്പോൾ അവർക്ക് നീന്തൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടാവും എന്നുള്ള പേടി വേണ്ട. വെള്ളത്തിൽ ആഴം ഉണ്ടാവും, ഇനി അവർ മുങ്ങിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. വേണ്ട, ഇവിടെ അരക്ക് വെള്ളമുള്ളൂ. അവരെ ബ്രീത്തും കഴിഞ്ഞ് അവരുടെ കപ്പാസിറ്റി കഴിയുമ്പോൾ വേണ്ട അവർക്ക് എണീറ്റ് നിൽക്കാം. അതുപോലെ നീന്തി പഠിക്കാം. ബ്രീത്ത് എടുത്ത് നീന്തിയടാ പോട്ടെ. അല്ല നല്ല കിടിലൻ സ്പോട്ടാണ്. എന്താ കാണാൻ പറ്റുന്നുണ്ട്? മീനെ കണ്ട? ഒന്ന് നോക്കിയേ, മീനുണ്ടോ നോക്കിയേ. മീനെ കണ്ട? ഇല്ലേ? മണലുണ്ട? വേറെ എന്താ കാണാൻ പറ്റി? മീനൊന്നും കണ്ടില്ലേ? ആ നീന്തുമ്പോ അവിടെയൊക്കെ ആഴം കുറഞ്ഞു. ഇവിടെ ഇച്ചിരി ആഴുണ്ട്, പിന്നെ അവിടെ ആഴില്ല, പിന്നെ അതിന്റെ അപ്പുറത്ത് ആഴുണ്ട്. അങ്ങനെയാണ്. സെന്ററിൽ മാത്രം ആയില്ലായിരുന്നു, ഇവിടെ ഒക്കെ ആയില്ല, ആഴുണ്ട്.